നമ്മുടെ കടയിലെ തിരക്കുള്ള ഒരു ദിവസമാണ് കാണിക്കണേ. ഡ്രസ്സ് അടിക്കുമ്പോൾ അരികത്തുള്ള ബീഡ്സ് കൊണ്ട് തയ്യൽ മെഷീൻ്റെ സൂചി പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ബീഡ്സ് തള്ളി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണേ. ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോൾ അവിടെയുള്ള ബീഡ്സ് ഒക്കെ പോവും. അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലാണ്ട് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ മെഷീൻ്റെ സൂചി പൊട്ടിപ്പോവും. അപ്പോൾ ഈ ദിവസം കടയിൽ കുറേ അധികം ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ കുട്ടികളുടെ ഫ്രോക്കും അതുപോലെ തന്നെ കുർബാന സ്വീകരണത്തിൻ്റെ കുറച്ച് വർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണിക്കുന്ന ഫ്രോക്ക് എങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമില്ലേ? ഒരു വെറൈറ്റി ആയിട്ടൊക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള മോഡലാണ്. ബാക്കും അതുപോലെ തന്നെ ഇങ്ങനെ കെട്ടുന്ന രീതിയിലുള്ള മോഡലാണ്. ഇതാണ് ആദ്യത്തെ ഫ്രോക്ക്. രണ്ടാമത്തെ ഫ്രോക്ക് ഇതാ ഈ അജറക്കിൻ്റെ, പിന്നെ ഈ ബ്ലാക്കും. ഈ ബ്ലാക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബ്ലാക്ക് കണ്ടപ്പം ചെറുപ്പത്തിൽ ആ ഒരു ഡ്രസ്സ് ഓർമ്മ വന്നു. അപ്പം ഇത്രയും ഫ്രോക്കും പിന്നെ നേരത്തെ കാണിച്ച 2 ചുരിദാറും കൂടി ഒരു കല്യാണ വർക്കായിരുന്നു കേട്ടോ. പിന്നെ അമ്മ നേരത്തെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഓഫ് വൈറ്റ് ബ്ലൗസും പിന്നെ ഈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രോക്കും ഒരു കുർബാന സേനത്തിനുള്ളതാണ്. ഇത് അതിൻ്റെ സെക്കൻഡ് ഡ്രസ്സാണ് ഈ ഫ്രോക്ക്. നമ്മുടെ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു കുർബാന സേനത്തിന് അല്ലാണ്ട് വേറെ ഒരു വർക്കും കൂടി ഉണ്ടായിരുന്നു കുർബാന സേനത്തിന്റെ. അത് വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും ചെയ്യണം ഇതും ചെയ്യണം, പിന്നെ ഈ കല്യാണ വർക്കും ഒക്കെ കൂടിയായിട്ട് എല്ലാം കൂടി തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അത് മാത്രമല്ല ഗൈസ്, ഈ ദിവസം രാവിലെ നമ്മൾ കടയിൽ ചെന്നപ്പോൾ തന്നെ കറണ്ട് ഉണ്ടായില്ല. കറണ്ട് ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് തയ്ച്ചു തന്നിട്ട് ഉച്ചയ്ക്കാണ് നമ്മൾ കടയ്ക്ക് പോയത്. അപ്പോൾ ഒരു 5 മണി ആയപ്പം നന്ദന ചേച്ചി പോയിട്ടോ. പിന്നെ നമ്മൾ ബ്ലൗസിൻ്റെ ഉള്ളതൊക്കെ ബാക്കി വീട്ടിൽ വന്നിട്ടാണ് ചെയ്തത്. പിന്നെ മറ്റേ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.